ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലൻ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൃഷും കൺമണിയും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ കൃഷു അറിയുന്നുണ്ട്, ഞാൻ നിനക്ക് വാരിത്തരാം, നീ ഉണ്ടാക്കിയ ഭക്ഷണം അതിഗംഭീരമായിട്ടുണ്ട് സർ, ഇത് ഞാൻ ഉണ്ടാക്കിയതാണോ? പിന്നെ എൻ്റെ കൺമണി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് നല്ല പോലെ അറിയാം. നിൻ്റെ കൈപ്പുണ്യം, നിൻ്റെ പൊടികളൊരു നാല് പോലും എനിക്ക് തിരിച്ചറിയാൻ സാധിക്കും, പിന്നെയാണോ ഇത് എന്ന് പറയുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കൺമണിക്ക് ഈ സന്തോഷമാവുന്നുണ്ട്. ആ സമയത്ത് ഞാൻ നിനക്ക് വാരിത്തരാമെന്ന് പറയുമ്പോൾ എവിടെയൊക്കെയാണ് സാറും ഷീല ചേച്ചിയൊക്കെ ഉണ്ട്, അവരൊക്കെ ഇത് കാണില്ലേ സാർ എന്ന് പറയുന്നു. അതൊന്നും കണ്ടാൽ എനിക്കെന്താ കുഴപ്പം, അതൊന്നും സാരില്ല പറഞ്ഞിട്ട് അവർ വാരി കൊടുക്കുന്നു കേട്ടോ. ആ സമയത്താണ് ഷീല വെള്ളമായിട്ട് വരുന്നു. അയ്യോ, ഞാൻ വെള്ളം തരാനായിട്ട് മറന്നു പോയതാണ് കേട്ടോ എന്ന് പറയുന്നു. ഇപ്പം എന്തായി, ഒന്നും കൂടി ലാഭമായില്ലേ, ഇപ്പം ചുമ വന്നപ്പോൾ അതും കൂടി കുടിപ്പിക്കാൻ ഒരു അവസരമായില്ലേ ക്രിസ് സാറിനെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകണു കേട്ടോ. പിന്നെ മഹിബാൽ സാറിനെ കാണിക്കുന്നത്, അങ്ങനെ സ്റ്റാഫുകളോടൊക്കെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ സാർ സ്റ്റാഫ് ചോദിക്കുന്നുണ്ട്, സാർ മാനസ മേഡത്തെ ഇവിടെ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു കേട്ടു. കുറച്ച് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുക, എന്തായാലും ഒരു സമാധാനമായി, ഇപ്പോൾ ഈ കമ്പനിയിലേക്ക് വരാനൊരു സന്തോഷമായി എന്നൊക്കെ പറയുന്നു കേട്ടോ. ആ സമയത്താണ് നമ്മുടെ ശ്രീദേവി അങ്ങോട്ട് വരുന്നു. സർ, ശ്രീദേവി അറിഞ്ഞോ, മാനസയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതെന്താ സർ, എന്തിനാണ് മേഡത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്, അതൊക്കെ പേഴ്സണൽ കാര്യമാണെന്നൊക്കെ പറയുന്നു. ആ സമയത്താണ് ദേവജി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. ദേവജി വരുന്ന സമയത്ത് തന്നെ ദേവജി പറയുന്നുണ്ട്, മഹി, നീ ഒരു കാര്യം നിന്നെ ഏൽപ്പിക്കുകയാണ്, കൺമണിയുടെ ഡിസൈൻ പൂർത്തിയായിട്ടുണ്ട്, അവളൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് തരും, നീ അത് പോയി മേടിക്കണമെന്ന് പറയാം കേട്ടോ. അയ്യോ, കൺമണി ഡിസൈൻ പൂർത്തിയാക്കിയോ, മിടുക്കിയാണല്ലോ, എത്ര പെട്ടെന്ന് കൺമണി ആ ഡിസൈൻ പൂർത്തിയാക്കിയെന്ന് ശ്രീദേവി പറയുന്നു. ടാലൻ്റുള്ള ഡിസൈനേഴ്സ് അങ്ങനെയാണ്, അല്ലാതെ കള്ളത്തരം കാണിച്ച് മുന്നേറാൻ നോക്കിയവരൊക്കെ താന്നു പോയിട്ടേ ഉള്ളൂ, അവർ ഈ ജീവിതത്തിൽ നിന്നും ഈ കമ്പനിയിൽ നിന്നും ഒഴിഞ്ഞു പോയിട്ടേ ഉള്ളൂ എന്ന് പറയുന്നു. അത് ശ്രീദേവിക്ക് ഇട്ടൊരു താങ്ങലാട്ടോ. എന്തായാലും മഹി പെട്ടെന്നാവട്ടെ എന്ന് പറയുന്നു. അങ്ങനെ ശ്രീദേവി, സാർ കൺമണിയെ കാണാനായിട്ട് പോകുമ്പോൾ എന്നെയും കൂട്ടിക്കൊണ്ട് പോകും, അതെന്തിനാ, എൻ്റെ കൂടെ വരാൻ ശ്രീദേവിക്ക് അത്ര ഇഷ്ടമാണോ? സാറിൻ്റെ കൂടെ വരാൻ ഇഷ്ടമാണ്, മാത്രമല്ല നമ്മൾ തമ്മിൽ ഒരുമിച്ചിരിക്കാമല്ലോ, പിന്നെ ഇങ്ങനെ ഒരാളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിട്ടില്ല സാർ എന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും എന്തായാലും മഹി പറയുന്നുണ്ട്, എന്താ ശ്രീദേവിക്ക് ദിവസക്കൂലിയാണോ അതോ മാസത്തിലാണോ ശമ്പളം കിട്ടുന്നത് ഇങ്ങനെ ഒറ്റിക്കൊടുക്കുന്നതിനെന്ന് പറയുന്നു കേട്ടോ. എൻ്റെ മേലെ ഇങ്ങനെ ഒരു ആവർത്തിക്കരുത് ശ്രീദേവി, എനിക്ക് മനസ്സിലായി, നീ എല്ലാം എന്നിൽ നിന്ന് ചോർത്തിയിട്ട് ആ മാനസിക്ക് പറഞ്ഞു കൊടുക്കാൻ വളരെ മിടുക്കിയാണല്ലോ, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്, എൻ്റെ കൈയിൻ്റെ കരുത്ത് നിനക്ക് അറിയില്ല, അടിച്ച് ഞാൻ തൂപ്പാനാക്കുമെന്ന് പറയാം കേട്ടോ. അതിനുശേഷം ശ്രീദേവിക്ക് ആകെ ചമ്മുന്നുണ്ട്. പിന്നീട് ശ്രീദേവി മാനസയെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു കേട്ടോ. മേഡം, ആ ഡിസൈൻ പൂർത്തിയായിട്ടുണ്ട്, കൺമണി എവിടെയോ പൊതുസ്ഥലത്ത് വന്നിട്ട് അത് മഹിപാൽ സാറിന് കൈമാറും എന്ന് പറയുന്നു. എൻ്റെ കളത്തിലെല്ലാം സാർ കൈയോടുകൂടി പിടിച്ചു, ഇനി സാറിൻ്റെ കയ്യിൽ നിന്ന് ചോർത്താൻ സാധിക്കില്ല, ഇത് അവസാനത്തെ ഒരു കാര്യമാണ്, ഇനി ആരും എന്നെ വിശ്വസിക്കില്ല അവർ, അതുകൊണ്ട് മേഡം എന്താ വെച്ചാൽ ചെയ്തോളൂ എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ ഹേമ അങ്ങോട്ട് വരുന്നുണ്ട്, എന്താ മോളെ, ഇതൊന്നും വേണ്ട നമുക്ക്, ഇല്ല അമ്മേ, എനിക്കെന്തായാലും കൃഷ്ണനെ കിട്ടിയേ പറ്റുള്ളൂ, അതിന് വേണ്ടി കൺമണീനെ ഒഴിവാക്കണമെങ്കിൽ ഞാൻ അതും ചെയ്യാം, ആ ഡിസൈൻ എനിക്ക് വേണം, എന്നിട്ട് ഞാൻ ഇനി കളിക്കാനായിട്ട് നിൽക്കുള്ളൂ എന്ന് ഹേമയോട് മാനസ പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ ഞാൻ അതിന് വേണ്ടി ഒരാളെ വിളിക്കാനുണ്ടെന്ന് പറയുന്നു. അങ്ങനെ വീണ്ടും വരുണിനെ വിളിക്കുക കേട്ടോ. എന്താ മാഡം വിളിച്ചത്, മാഡത്തിൻ്റെ മനസ്സ് അസ്വസ്ഥമായിരിക്കുമായിരിക്കില്ലേ, അത് കാരണമല്ലേ എന്നെ വിളിക്കാനായിട്ട് കാരണം, അതെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം, നേരത്തെ തന്നെ കാണണം എന്ന് പറയും. ദുഃഖപുത്രിക്ക് എന്താ പറയാനുള്ളത് എന്ന് പറയുമ്പോൾ, നിങ്ങളും ദുഃഖപുത്രനല്ലേ, അതുകൊണ്ട് നമ്മളുടെ ദുഃഖങ്ങൾ ഒരുപോലെയാണ്, ആ രണ്ടു പേരും കൂടി ഷെയർ ചെയ്ത് സംസാരിക്കണം, അതിന് ഒരു സ്ഥലം വരെ വരണം, അനിരുദ്ധൻ സാറിനെയും കൂടി വിളിച്ചോളൂ എന്ന് പറയുന്നു. അങ്ങനെ പിന്നെ ഭാഗ്യശ്രീയെ കാണിക്കുന്നത്, അങ്ങനെ സൂപ്രണ്ട് സാറിൻ്റെ ഒരു ഓർഡറുമായിട്ട് ബലരാമനെ കാണാനായിട്ട് ഭാഗ്യശ്രീ ജയിലിലേക്ക് വരണം കേട്ടോ. അങ്ങനെ തന്നെ അവിടേക്ക് സഹദേവൻ വരുന്നുണ്ട്. എന്നിട്ട് ആ ഓർഡർ കാണിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ മനസ്സിലായോ സർ, എൻ്റെ ഏട്ടനെ കാണാൻ നിങ്ങളെക്കാളും തലയ്ക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥരെ എനിക്ക് പരിചയമുണ്ട്, വേണമെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചു തരാം, എനിക്കിതിനകത്ത് കയറാനുള്ള പെർമിഷൻ തന്നിട്ടുണ്ടെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ ബലരാമൻ അങ്ങോട്ട് ഓടി വരണം കേട്ടോ. അങ്ങനെ അവിടുത്തെ ഒരു കോൺസ്റ്റബിൾ പറയുന്നൊരു 10 മിനിറ്റേ ഉള്ളൂ സംസാരിക്കാനെന്ന് പറയുന്നു. അതേ സർ, കുഴപ്പമില്ല എന്ന് പറയുന്നു. എൻ്റെ മുകളിൽ സുഖമാണെന്നൊക്കെ പറയുന്നത് ഭാഗ്യശ്രീ ചേർത്ത് പിടിക്കുന്നു കേട്ടോ. അതിനുശേഷം തന്നെ അവിടേക്ക് നമ്മുടെ സഹദേവൻ അങ്ങോട്ട് വരണം കേട്ടോ. അതിനുശേഷം തന്നെ ഞാനിവിടെ ഉള്ളപ്പോൾ സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ വീണ്ടും ബലരാമനും അതുപോലെ ഭാഗ്യശ്രീയും കൂടി
എന്തായാലും സഹദേവനെ ഒന്ന് കളിയാക്കുന്നുണ്ട്. അപ്പോൾ സഹദേവൻ അങ്ങോട്ടേക്ക് മാറിപ്പോവുക കേട്ടോ. അതിനുശേഷം തന്നെ പറയുന്നുണ്ട്, ഏട്ടൻ ഒന്ന് സൂക്ഷിക്കണം, ഏട്ടൻ ഇറങ്ങിയ ഉടനെ തന്നെ സാഗർ സാറിനെ കൊലപ്പെടുത്താനാണ് അമ്മ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഗുണ്ടകളൊക്കെ ഏർപ്പാടാക്കി, എന്നിട്ട് ചേട്ടൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമത്തിലാണ്. സാഗർ സാറിനെ രക്ഷിക്കണം എന്ന് പറയുന്നു. സാഗർ സാറിനെ ഒരിക്കലും ഞാൻ കൈവിട്ട് കളയില്ല മോളെ, അതിന് എനിക്ക് ആരെ കൊല്ലേണ്ടി വന്നാലും ഞാൻ സാഗർ സാറിൻ്റെ ദേഹത്ത് ഒരു തുള്ളി മണ്ണ് പോലും വീഴ്ത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ തന്നെ ഭാഗ്യശ്രീ പറയുന്നുണ്ട്, ഇപ്പോൾ ഏട്ടനോട് സാഗർ സാറിൻ്റെ മകനാണെന്ന് പറഞ്ഞാലോ വേണ്ട, അത് കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് പോകുള്ളൂ, പിന്നീട് ആവട്ടെ എന്ന് പറയാം കേട്ടോ. അങ്ങനെ ബലരാമൻ എന്തായാലും സാഗറിനെ കൈവിടാൻ തീരുമാനിച്ചിട്ടില്ല. പിന്നീട് കൺമണിയും കൃഷ്ണനെയും കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ കോവിലേക്ക് പോകാനായിട്ട് കൺമണി ഒരുങ്ങുന്നു. അതിനുശേഷം തന്നെ നിൻ്റെ കൂടെ വരാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് പറയുന്നു. അങ്ങനെ രണ്ടുപേരും പോകാൻ നിൽക്കുമ്പോൾ ഷീല ചേച്ചി അങ്ങോട്ട് വരുന്നു. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടുത്തെ കോവിലിൽ പോകുന്നു. ഓ, അവിടുത്തെ നല്ല ശക്തിയുള്ള പ്രതിഷ്ഠയാണ്, എന്തായാലും അവിടെ താലി മുട്ടി പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് പറയുന്നുണ്ട്. ഭർത്താവിന് വേണ്ടി എനിക്ക് അനുഭവം ഉള്ളതാണ്, ഇവിടുത്തെ സ്ത്രീകൾക്കെല്ലാം അറിയുന്ന കാര്യമാണ്. എന്തായാലും കല്യാണം കഴിഞ്ഞ ഉടനെ എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ, അത് നടക്കും കേട്ടോ എന്ന് പറയാം കേട്ടോ. അപ്പോഴത്തേനും എന്താ ചേച്ചിക്ക് സാധിച്ചത്, എൻ്റെ ചേട്ടന് പണിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം ഇവിടെ കിണർ സ്ഥലം അദ്ദേഹത്തിന് പണിയുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. ഇത് നല്ല ജോലിയാണോ സർ, ഇവിടെ എത്ര കിണർ സാർ എത്ര വഴക്കിട്ടാലും ഇവിടെ ഒരു സുഖമുണ്ട് സർ എന്ന് പറയട്ടോ. അത് സത്യമാണ്, കൺമണി പറയുന്നുണ്ട്, എനിക്കും ഒത്തിരി ഇഷ്ടമാണ് ഈ സ്ഥലം എന്ന് പറയുന്നു. അതിനുശേഷം എന്തായാലും രണ്ടുപേരും കൂടി പോയി തൊഴുതിട്ട് വായോ എന്ന് പറയുന്നു. എന്നും നിങ്ങളുടെ ഈ സന്തോഷം എന്നും ഉണ്ടാവട്ടെ എന്ന് പറയാം കേട്ടോ. പിന്നീട് കാണിക്കുന്ന മാനസയും നമ്മുടെ വരുണിനെയും അതുപോലെ അനിരുദ്ധൻ സാറിയാണ്. എന്തായാലും ഡിസൈൻ കൈമാറാൻ തീരുമാനിച്ചിരിക്കുകയാണ് കൺമണി. എവിടെയോ വെച്ചെന്നറിയില്ല. അതിനെ മഹിയെ ഫോളോ ചെയ്താൽ കാര്യം നടക്കും. ആ ഡിസൈൻ അവർക്ക് കൊടുക്കാൻ പറ്റരുത്, അതെനിക്ക് വേണമെന്ന് പറയുന്നുണ്ട്. അതോടുകൂടി അവിടെ കഷ്ടകാലം തുടങ്ങണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓരോരോ അനുഭവം ഉണ്ടായതല്ലേ, നമ്മൾ 3 പേരും തുല്യ ദുഃഖിതരാണ്, എല്ലാവരും ഒരുമിച്ച് നിന്നാലേ കാര്യം നടക്കുകയുള്ളൂ. എത്രയും പെട്ടെന്ന് ആ ഒരു ഡിസൈൻ കൈക്കലാക്കാൻ ശ്രമിക്കണം. അങ്ങനെ കൺമണിയും കൃഷി ഒരിക്കലും ഒന്നാവാൻ പാടില്ല എന്നൊക്കെ മാനസിയും അതുപോലെ വരുണും അനിരുദ്ധൻ സാറും കൂടി ചർച്ച ചെയ്യാട്ടോ ചെയ്യുന്നത്. എന്തൊക്കെയായാലും ആ ഡിസൈൻ എന്തായാലും കൺമണിയെ വിട്ടു പോകാനായിട്ട് പാടില്ല, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണം. മഹിപാൽ എന്തായാലും ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞ്